പ്രിയമുള്ളവരെ, നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ കുറച്ച് നേരത്തേക്ക് ഞാനൊന്ന് എടുക്കുകയാണ്. ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട ചില നിയമവശങ്ങളുണ്ട്. വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകൾ. ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് അല്ലേ? ഇപ്പം ഇറാനായിട്ടായാലും അമേരിക്ക ആയിട്ടായാലും ഇസ്രായേലായിട്ടായാലും അവർ തമ്മിലുള്ള ആ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് മറ്റ് അയൽ രാജ്യങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗം അവർ ചില മിസൈലുകൾ ഇട്ടുകൊടുക്കും, അല്ലെങ്കിൽ ചില ഇൻസിഡൻറ്റുകൾ അവർ സൃഷ്ടിക്കും. ഇപ്പം അൺഫോർച്യുനേറ്റ്ലി അബുദാബിയിൽ ഒരു വിഷയം ഉണ്ടാവും. ഒരു മിസൈൽ വന്ന് പതിക്കുകയും ഒരു പാകിസ്ഥാൻ പൗരൻ മരണപ്പെട്ടു. അതുപോലെ തന്നെ പാം ജുമൈറ ദുബായിൽ നടന്നൊരു ഇൻസിഡൻറ്റ്. അതുപോലെ തന്നെയാണ് പിന്നെ ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, ഇവിടെയൊക്കെ പല പ്രശ്നങ്ങളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ ജനങ്ങളെ ഭീതിപ്പെടുത്താൻ വേണ്ടിയിട്ടും ഈ രാജ്യങ്ങളുടെ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ്. അതിൻ്റെ അജണ്ട ആ ലെവലിൽ പോയിക്കോട്ടെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഭീതി പരത്തുന്ന രൂപത്തിലുള്ള മെസ്സേജിൽ ഒരിക്കലും നിങ്ങൾ പാസ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കിട്ടിയ പാടെ വിഷ്വൽ ഉൾപ്പെടെ ചില വിഷ്വൽസൊന്നും ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അത് നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ നിൽക്കുന്ന രാജ്യം ഏതാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിൽക്കണം. അവിടെ ഒരു നിയമവ്യവസ്ഥതയുണ്ട്. ആ നിയമത്തിൻ്റെ അതീതമായ രീതിയിൽ എന്തെങ്കിലും എതിരായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ നാട് കടത്തുന്ന കാര്യം മാത്രമല്ല, അവിടെ നിങ്ങളുടെ ജീവന് പോലും ഭീഷണിയായി പോകും. അവിടുത്തെ ശിക്ഷയെന്നൊക്കെ പറഞ്ഞാൽ ആരും നിസ്സാരപ്പെട്ട കാര്യങ്ങളല്ല. ആ രാജ്യത്തെ ബാധിക്കുന്ന, നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ മിസ്റ്റേക്കായിരിക്കും, ഒരു പക്ഷേ അത് പെട്ടെന്ന് വൈറലായിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ആ രാജ്യത്തിനെ ബാധിക്കുന്നൊരു വിഷയമാണ്. ആ രാജ്യത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവിടുത്തെ നിയമത്തിന് അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് നിങ്ങൾ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അവിടെ നമ്മൾ ജോലിക്ക് പോയ ആൾക്കാരാണ്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി പോയ ആൾക്കാരാണ്. അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ഇടപെടാൻ പാടില്ല. വളരെ ഗൗരവമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രാദേശികമായിട്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ നടക്കുന്ന ചില പെണ്ണ് കേസ, കഞ്ചാവ് ആവട്ടെ, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ പ്രചരിപ്പിക്കാം, വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇട്ട് കൊടുക്കാം, സ്റ്റാറ്റസിലാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് ആഭ്യന്തര വിഷയമാണ്. വളരെ സീരിയസ് ആയിട്ട് കാണും. നമ്മൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടുത്തെ നിയമങ്ങൾ പാലിക്കുക. നമ്മൾ ഭീതിപ്പെടുത്താനോ പേടിപ്പെടുത്താനോ വേണ്ടി നിൽക്കേണ്ട ആൾക്കാരല്ല. ജാഗ്രത മതി. എന്തിനാ പേടിക്കുന്നത്? അതാത് രാജ്യങ്ങളിൽ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അത് പിന്നെ ഇത് ആദ്യമായിട്ട് നടക്കുന്ന യുദ്ധമൊന്നുമല്ലല്ലോ. എല്ലാ സംവിധാനങ്ങളും എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അപ്പം രാജ്യങ്ങൾ പറയുന്ന, അതാത് രാജ്യങ്ങളിൽ നിൽക്കുന്ന പ്രവാസികളായിട്ടുള്ള ആൾക്കാർ, സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടുത്തെ നിയമങ്ങൾ എന്താണോ അതനുസരിച്ച് മുന്നോട്ട് പോവുക. അവർ തരുന്ന ഇൻഫർമേഷൻ നിങ്ങൾ പാലിക്കുക. നിങ്ങൾക്ക് ജോലി ചെയ്യാം, അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അല്ലാതെ തെറ്റായ രീതിയിലുള്ള ഒരു ഇൻഫർമേഷനും കൊടുക്കരുത്. ഇത് ജാഗ്രതയാണ് വേണ്ടത്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, നിങ്ങൾ നിസ്സാരവൽക്കരിച്ച് പോകണമെന്ന് ഞാൻ പറയുന്നില്ല. ജാഗ്രത ഉണ്ടായാൽ മാത്രം മതി. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്, പക്ഷേ അതിലേറെ ദോഷവും ഉണ്ടെന്നുള്ളത് നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ.